ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഈ ഒരു പാരഗ്രാഫാണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് DNA is a long polymer made up of repeating units called deoxyribonucleotides. deoxyribonucleotides അതിൽ ഫസ്റ്റ് നമുക്ക് deoxyribo ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റൈബോ ഷുഗറും ഉണ്ട്, ഡിയോക്സിറൈബോ ഷുഗറും ഉണ്ട്. ഡിയോക്സിറൈബോ ഷുഗറും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പെൻറ്റോസ് ഷുഗറാണ്. ഇനി റൈബോ ഷുഗർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് കാർബൺ അങ്ങനെയാണ് ഇതൊരു പെൻറ്റോസ് ഷുഗർ ആവുന്നത്. ഓക്കെ, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതിൽ റൈബോ ഷുഗറിൽ തേർഡിലും സെക്കൻഡിലും OH ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഡിയോക്സി റൈബോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കേസിൽ തേർഡിൽ OH ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡിൽ H മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഓക്സിജൻ ഉണ്ടാവില്ല. അതാണ് ഡിയോക്സി. ഓക്സിജനെ റിമൂവ് ചെയ്തു സെക്കൻഡ് കാർബണിൽ നിന്ന്. സോ ഇറ്റ് ബിക്കംസ് ഡിയോക്സിറൈബോസ് ഷുഗർ. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും, നൈട്രോജനസ് ബേസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഷുഗർ പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് എന്ത്? റൈബോ ന്യൂക്ലിയോടൈഡ്. ഇനി ഇതെന്ന് പറയുന്നത് ഡിയോക്സിറൈബോസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡിയോക്സിറൈബോ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇങ്ങനെ ഡിയോക്സിറൈബോ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് ഒരുപാട് ഡിയോക്സിറൈബോ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ജോയിനായി ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DNA എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പോർഷൻസിൽ അപ്കമിങ് വീഡിയോസിൽ പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് DNA is expressed as the number of nucleotides for single stranded DNA or base pairs for double stranded DNA. നമുക്കറിയാം ലെങ്ത് ഓഫ് DNA കാണാനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ബേസ് പെയർസ്. ഇത് നമുക്ക് പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അറിയാം ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് നമുക്കറിയണം. അപ്പോൾ ബേസ് പെയർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് DNA കാണുന്നതിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുക. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ ബേസ് പെയർസിൻ്റെ എണ്ണം നോക്കും. അതായത് രണ്ട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേർന്ന്, അതായത് ഇതാണ് നമ്മുടെ DNA എങ്കിൽ അതിൽ ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ ഒരു ബേസ് പെയർ എന്ന് പറയുന്നത്, വൺ ബേസ് പെയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് DNA is a distinct characteristic of each organism. ഓരോ ഓർഗാനിസത്തിൻ്റെയും DNAയുടെ ലെങ്ത് വേരി ചെയ്യും. റിമൈനിങ് പോയിന്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.